മാനേജർ ഒരാളെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ ആയിരിക്കും, ചിലപ്പോൾ പ്രധാന അധ്യാപകൻ തന്നെ ആയിരിക്കും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും കുറച്ചുകൂടി ഇപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് വലിയ കോർപ്പറേറ്റ് ആയതുകൊണ്ട് ഓഫീസുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ വടക്കൻ ജില്ലകളിൽ അങ്ങനെയല്ല. അപ്പോ ഒന്ന് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ വരാനുള്ള കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സൈറ്റുകൾ ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സൈറ്റിലെ വിവരങ്ങളൊക്കെ പുറത്തു നിന്നുള്ള ചില എന്താ പറയാ ഹാക്കർമാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം നോക്കുമ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ ഒരു ബംഗാളി ഫ്ലാഗ് ഒക്കെ അവിടെ വെച്ച് ഇന്ത്യക്കെതിരെ കുറെ മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്ക്രീനാണ് വരുന്നത്. അപ്പൊ അത് ഇപ്പോ ഇന്നത്തെ കാലത്ത് ആധുനിക യുഗത്തിൽ ഇതൊക്കെ സ്ഥിരമായി സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമന്വയ സൈറ്റും ഇതുപോലെ ഹാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം OTP-യോ ഒന്നും ഇല്ലാത്ത കയറാൻ കഴിയില്ല. മാത്രമല്ല എന്ത് ചെയ്താലും ഒരു OTP വരും, അല്ലെങ്കിൽ ഒരു ചെറിയ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഒരു OTP വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സമന്വയയിലും OTP വന്നത്. സമന്വയയില് ലോഗിൻ സ്കൂളുകൾ കൺസൾട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാത്തിലും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ തന്നെയായിരുന്നു. കാരണം മാനേജർ അവിടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാനേജർ അതൊരു വലിയ അപകടമുള്ള കാര്യമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ മാനേജർ അറിയാതെ ഒരു പ്രപ്പോസൽ പോവുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്ത ഒരു കേസ് നിലവിലുണ്ട് സമന്വയയിൽ തന്നെ. മാനേജർ അറിയാതെ തന്നെ മാനേജറുടെ യൂസർ ID ആരോ വാങ്ങി, പാസ്വേഡ് ആരോ വാങ്ങിയതല്ല, മാനേജർ കൊടുത്തതാണ്. കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാനേജർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് അല്ല ഇൻഡിവിജ്വലുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ആരെങ്കിലും ഏൽപ്പിക്കും, അവരിത് ചെയ്യും. അങ്ങനെ ഈ കക്ഷി ഒരു അപ്പോയിന്റ്മെന്റ് പ്രൊപ്പോസൽ തന്നെ ഫോർവേഡ് ചെയ്ത് മാനേജർ അറിയാതെ തന്നെ കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് തിരിച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല, അപ്രൂവ് ചെയ്തു. അപ്പോഴാണ് മാനേജർ അത് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊരുപാട് നിങ്ങൾ കഥയിൽ ചോദ്യം ഉണ്ടോ എന്ന് വെച്ചാൽ പോലെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം മാനേജർ ഒരാളെങ്ങനെ ജോയിൻ ചെയ്യും. അപ്പൊ അതിലൊക്കെ വേറെ ചില വിഷയങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അതൊരു കേസ് ഇപ്പോഴും സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. ആ സമയത്താണ് ഫയൽ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ആ നമ്പർ എത്രയോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാവൂ, ഈ ഫയൽ നമ്പർ വേണമെങ്കിൽ ഈ കൺസേൺഡ് പാർട്ടിക്ക് കൊടുക്കാം. പലപ്പോഴും ഞങ്ങളുടെ അവിടെയൊക്കെ സംഭവിക്കുന്നത്